ഹായ് അമ്മ. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഉമ്മ അതെന്താ കയ്യിലൊക്കെ എന്തൊക്കെ ആക്കിയിട്ട് ഉമ്മ കൊടുക്കണേ? വെള്ളാണല്ലേ? അത് സാറില്ല, ഞാൻ എന്താ കുഴച്ചിട്ട് കയ്യിൽ എന്തോ ഉള്ള പോലെ തോന്നുന്നു എനിക്ക്. പറയൂ പൊള്ളക്കണ്ണി. അല്ല പൊള്ളക്കണ്ണി. ഇന്ന് ഞാനേ കുരുമുളക് ഇട്ട ഒരു ചിക്കനാണ് കാണിക്കുന്നത്. അപ്പൊ കുറച്ച് ചിക്കൻ രഞ്ജിത്തിന് വേണ്ടിട്ടാണ്. ഇതേത് മലേഷ്യയിലോ? അല്ല, അവർക്ക് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. ഇത് മലേഷ്യയിലോ സിംഗപ്പൂരിലോ എവിടെന്നെങ്കിലും മേടിച്ച ചിക്കനാണോ? അല്ല, ഇത്രയും ചെറിയ കുഞ്ഞു ചിക്കൻ എവിടെ നിന്ന് കിട്ടി? ചെറിയ കഷ്ണങ്ങളൊക്കെയാണ്. ഇതിനെക്കാളും ചെറുതാക്കാൻ പറ്റില്ല? അത് കാണിക്കൊന്നും വേണ്ട, ചോദിച്ചാ മതി മതി. വെറുതെ വെച്ച് വെച്ചിട്ട് പിന്നെ ഞാൻ കൂട്ടില്ല. അപ്പൊ ഇത് കോഴി അച്ചാറായിരിക്കും. എനിക്ക് വേറെ ഉണ്ട്. അപ്പൊ കോഴി കൊണ്ട് അച്ചാറ് വെക്കാൻ പോവാമ്മ? നിനക്കുള്ളത് വെക്കണ്ട്. ഇത് പിന്നെ എന്താ കുറിച്ചില്ലേ? അത് അതൊക്കെ പിന്നെ ഞാൻ എന്താ ചെയ്യാ? അപ്പൊ ഇതും അതും ഒക്കെ കൂടിയിട്ട്. അല്ല, ഈ കോഴിക്ക് കോഴിയും കൊണ്ട് അച്ചാറ് വെക്കാൻ പറ്റില്ലല്ലോ. അല്ല, അതുപോലെ ഉണ്ട് ഓരോ കഷ്ടം. വെറുതെ വെച്ച് വെച്ചിട്ട് എന്ത് ചെയ്യാനാണ്? അച്ഛനും കൂട്ടില്ല, ഞാനും കൂട്ടില്ല, പിന്നെ നീയോ? അച്ഛനും മീൻ മതി പറഞ്ഞു. അപ്പൊ അതിന് വേണ്ട സാധനങ്ങൾ എന്താ അറിയോ? ഒരു ഗ്ലാസിന്റെ കപ്പ് എടുക്കുക. ഇതൊരു പഴയ നാടൻ വെപ്പ് എന്റെ അമ്മ വെക്കേണ്ടതാണ്. അത് ഞാൻ ഓരോന്ന് നമ്മുടെ വെപ്പ് ഇങ്ങനെ ഓരോന്ന് അമ്മ അങ്ങനെ ഗ്ലാസിന്റെ കുണ്ടുപാത്രത്തിലാണോ വെക്കേണ്ടത്? അതല്ല, അമ്മിയിൽ അരച്ചിട്ടൊക്കെ തന്നെ. ഇതില് പച്ചമല്ലി. പച്ചമല്ലി അല്ലാണ്ട് പിന്നെ പച്ചമല്ലി പറഞ്ഞ വറക്കാത്ത മല്ലി, മുഴുവൻ മല്ലി. ചുവപ്പ് മല്ലി ഒന്നും അവിടെ ഉണ്ടാവില്ലല്ലോ. നീ ഒന്നും മിണ്ടാതിരിക്കണം, പറയട്ടെ. പറയൂ. പച്ചമല്ലി, കുരുമുളക്, കറുത്ത കുരുമുളക്. എത്രയുള്ളത് അതിന്റെ ക്വാണ്ടിറ്റി ഒക്കെ നിങ്ങൾ അതിനനുസരിച്ച് എടുത്തോളൂ. ഇപ്പൊ 2 കിലോ ചിക്കൻ ആണെങ്കിൽ 2 കിലോ ചിക്കൻ ആണെങ്കിൽ 2 കിലോ കുരുമുളക് എടുക്കണം. അല്ല, അവരെടുത്തോളൂ, അത് അവർക്ക്. പിന്നെ ചിക്കന്റെ ക്വാണ്ടിറ്റി 2 കിലോ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കുരുമുളക് 2 കിലോ എടുക്കണം. അവരെ എരിവിനും പാകത്തിനും അവരവരുടെ ടേസ്റ്റിന് അങ്ങനെയല്ല, എത്ര ഉണ്ടോ അതിനനുസരിച്ച് നിങ്ങൾ എടുത്തോളൂ അല്ലേ? ചിക്കന്റെ ക്വാണ്ടിറ്റി എത്ര ഉണ്ട് അത്ര എടുത്തോളൂ പറഞ്ഞ. ചിക്കന്റെ ക്വാണ്ടിറ്റി ഞാൻ പറഞ്ഞു അതിനനുസരിച്ച് മസാല ഇപ്പൊ 3 കിലോ ചിക്കൻ ആണെങ്കിൽ ശരി. അപ്പൊ ഇതില് പച്ചമല്ലി, ഞാനിതില് ഒരു ചെറിയ സ്പൂണ് പച്ചമല്ലി, പിന്നെ ഒരു 1/2 സ്പൂണ് കുരുമുളക്, കറുത്ത കുരുമുളക്. പിന്നെ വെളുത്ത കുരുമുളക്. അല്ല, മല്ലി പച്ചയാണെങ്കിൽ വെളുത്ത കുരുമുളക് ഉണ്ടോ? തെറ്റിപ്പോയി. ഒന്നും പറയണോ? ഒന്നും ഞാൻ മിണ്ടാണ്ടിരുന്നു. പച്ചമല്ലി, കുരുമുളക്, ജീരകം, പിന്നെ വെളുത്തുള്ളി. വെളുത്തുള്ളി അല്ല, വെളുത്തുള്ളി. ജീരകം, വെളുത്തുള്ളി, പച്ചമുളക്, പച്ചമല്ലി, മഞ്ഞൾ, ബ്രൗൺ ജീരകം, മഞ്ഞള്. തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു തെറ്റുമില്ല. എത്ര ചെറിയ സാധനം ആരമ്മ തെറ്റിക്ക? കുരുമുളക്, പച്ചമല്ലി എല്ലാം പച്ചക്കാണ് കേട്ടോ, വറക്കൊന്നും വേണ്ടത്. പിന്നെ വെളുത്തുള്ളി, മഞ്ഞള് ഇത്രയും കൂട്ടി ജയിച്ചു. അമ്മ പാസ്സായി. നമുക്ക് ഓർമ്മശക്തി ഉണ്ടല്ലോ. ചെറിയ ഉള്ളി, പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചി, പച്ചമുളക്, ഇത്തിരി കറിവേപ്പില, കുറച്ച് മല്ലിയില, തക്കാളി ഒരു ചെറിയ കഷ്ണം, പിന്നെ ചെറുനാരങ്ങ നീര്, ഒരു 15 ചെറുനാരങ്ങയുടെ. അത്രേ വേണ്ടു. അത്ര മതി. അല്ല, പിന്നെ നമ്മുടെ അമ്മയൊക്കെ വെക്കുന്ന കാലത്ത് പിന്നെ എത്ര ഉണ്ടാവും? അന്നത് നാടൻ വെപ്പല്ലേ, അതിന് എന്തെന്നെ വേണം? സപ്പോർട്ട് ചെയ്താണമ്മ. അമ്മക്ക് എങ്ങനെയാ അത്ര ദേഷ്യം വരുന്നത്? ഈ ദേഷ്യം അത്ര നല്ലതല്ല കേട്ടമ്മ. ആൾക്കാർ അപ്പുറത്തെ അമ്മ എന്താ എടുക്കുമ്പോ അറിഞ്ഞുകൊണ്ടാണ്. പോട്ടെ, അത് പോട്ടെ. വേറൊരു സാധനം എന്താ അറിയോ? ഇതിനെന്താ പറയാ മലയാളത്തില്? അജ്വൈൻ എന്ന് പറയും. അതേതാ? ഉറുദു ആണോ? അജ്വൈൻ ഹിന്ദി. അജ്വൈൻ എന്ന് പറയും. എന്താ പറയാ മലയാളത്തില്? ഓമം. ഓം എന്ന് പറയോ? ഓമം. ഇതാണല്ലേ ഓമം നടത്താന്നൊക്കെ പറയാ. ഇത് ഹിന്ദിയിൽ എന്തെന്നാ പറയാ? അപ്പൊ രണ്ടും ഒന്നാണ് കേട്ടോ. അജ്മീരിന് പോവാന്ന് പറയും, ഓം എന്ന് പറയും മലയാളത്തിൽ അല്ലേ? അതെന്തിനാണത്? അതൊന്നും ഉള്ളി ഇട്ടില്ലെങ്കിൽ എന്താ കുഴപ്പം? അല്ല, എനിക്ക് പരിചയമില്ല ആ സാധനം, അത് കാരണോ ചോദിച്ചു. ഇതെന്താ അജ്മല് ഫൈസല് വന്നിട്ട് എന്തൊക്കെ സാധനം ഇടണ്ടമ്മ? അതിനും വേറൊരു പേര് നമ്മുടെ ഇതിൽ ഓമെന്നോ? നന്നായിട്ട്. ശുദ്ധമായ വെളിച്ചെണ്ണ. നന്നായി അമ്മ നിർത്തിയത്. അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞ് നിർത്തിക്കുന്നത്. പിന്നെ ഞങ്ങളൊക്കെ എന്താ ശുദ്ധമില്ലാത്ത വെളിച്ചെണ്ണയാണോ കഴിക്കാന്ന് അവർ ചോദിക്കും. മനസ്സിലായില്ലേ? ഈ അമ്മ മാത്രം ഒരു ശുദ്ധമായ വെളിച്ചെണ്ണ ഇട്ട് വെക്കുന്ന ആള്.
വലിയൊരാട് വന്നിറക്കണം. ശുദ്ധമായ വെളിച്ചെണ്ണ കണ്ടാൽ മതി. ശുദ്ധമുള്ള വെളിച്ചെണ്ണ, ശുദ്ധമുള്ള തേങ്ങയും കൂടി ഇപ്പോൾ തെങ്ങിൽ കിട്ടാറില്ല. മണ്ടല് പിടിച്ച തേങ്ങ കിട്ടും. ഓ എന്തൊരു സാധനം അത്. സ്വൈരന്ന് വരണം. പിന്നെ പകുതി നമുക്ക് ഇന്നൊരു ക്ഷീണമുണ്ട്. എണ്ണ തേച്ചാൽ 1.5 കുടി പിടിച്ചിട്ടുണ്ട്. ഇന്നൊരു ക്ഷീണം വേറെ ഉണ്ട്. ഇത് കഴിഞ്ഞ അമ്മ ഒരു ഉറക്കമുണ്ട്. ഈ ദേഷ്യം അതത്ര നല്ല ശീലമല്ല കേട്ടമ്മ. നമുക്ക് ചെറുപ്പം മുതൽ ഇന്ന് വരെ എനിക്ക് വല്ല ദേഷ്യം കണ്ടു. അതിനാ ഇത് ബാക്കി വെച്ചെടുക്കണോ? എന്താ ഉള്ളിക്ക് ക്ഷാമം ഉണ്ടമ്മ? വേണേ അമ്മ ചെയ്യുന്ന കണ്ടിട്ട് തന്നെ മക്കള് ചെയ്യാ. അല്ലാണ്ട് ഈ ചെയ്യുന്നൊക്കെ നമുക്ക് വേറെ എവിടെ നിന്നും കണ്ടുവന്ന് ചെയ്യാനൊന്നും പറ്റില്ല. എല്ലാ മക്കളും അങ്ങനെ തന്നെയാണ്. അപ്പൊ അമ്മ ചെയ്യുന്ന കണ്ടിട്ടല്ലേ ഞാൻ ഓരോന്ന് ചെയ്യണത്. ഞാൻ ഈ കാണിക്കുന്ന ആ ചെയ്യല് മാത്രല്ല അമ്മ, ഈ കാണിക്കുന്ന ഓരോ കുറുമ്പും അമ്മ ചെയ്തത് തന്നെ ആയിരിക്കും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമ്മ ശാസ്ത്രം തെളിയിച്ചമ്മ. ഈ 7 മാസമൊക്കെ ആവണം അമ്മ എന്തൊക്കെ കുരുത്തക്കേടും വിവരക്കേടും വിവരം ഒക്കെ കാണിക്കുക. അതൊക്കെ കുട്ടികൾ കാണിക്കത്ര. അമ്മയിന് സാധാരണ കുറുമ്പ ആയിരുന്നില്ല എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അപ്പൊ കുറച്ചൊക്കെ അത് ഉണ്ടാവും. പിന്നെ ദേഷ്യം കണ്ടില്ലേ, ലേവലേശം കുറവില്ല. ഇഞ്ചി എന്തിനായി ദേഷ്യം? അമ്മ ഈ കരുവേപ്പില, ഈ ദേഷ്യം ഒരു വിദ്വാന ഭൂഷണമല്ല അമ്മ. അല്ല വിദ്വാൻ ആവാലോ. ആ വിദ്വാനൊക്കെ അങ്ങനെയൊക്കെ ആവാം. നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ വിദ്വാൻ ആവും. നല്ല കൊടുങ്കാറ്റ്. അങ്ങനെയൊന്നും ആവണ്ട. അപ്പൊ ഈ ചിക്കൻ ഇനിയിപ്പോ ഒരുപാട് ചോക്കനായപ്പോ എന്താ കുഴപ്പം? ഇതിന് വേണ്ട. അമ്മ ചെയ്യുമ്പോലെ അമ്മ ചെയ്യില്ല. നമ്മുടെ അമ്മ സൂപ്പറായിട്ടല്ലേ ചെയ്യുക. കഴിക്കണ്ട കേട്ടാ. ഇനി നമ്മളുടെ കാലത്ത് കഴിച്ചില്ലേ, അത് മതി. ഇനി എന്റെ മോൻ ചിക്കൻ കഴിക്കണ്ട കേട്ടാ. അയ്യോ അങ്ങനല്ല. അമ്മ ചെയ്യണത് അപാരം. അമ്മ ചെയ്യണത് സൂപ്പർ. അത് നമ്മുടെ അമ്മ മാത്രമല്ല. കുരുമുളകിനൊരു ഉപ്പിന്റെ അംശം കിട്ടും. അപ്പൊ ഉപ്പ് എപ്പോഴും കുരുമുളക് ഇട്ട് വെക്കുന്ന സാധനത്തില് ഉപ്പ് കുറയ്ക്കണമെന്ന് അമ്മ പറയാറുണ്ട്. അയ്യോ നമ്മുടെ അമ്മ മാത്രല്ലമ്മ, എന്റെ അമ്മ അത് പറയാറുണ്ട്. അതല്ലേ ഞാൻ നമ്മുടെ അമ്മേനെ അമ്മ അങ്ങനെ നല്ലത് പറയുമ്പോ എനിക്ക് എന്റെ അമ്മേനെ 2 വാക്ക് പറയണ്ടേ. അപ്പൊ നമുക്ക് പറഞ്ഞ് ഞാൻ അമ്മേനെ സപ്പോർട്ട് ചെയ്യുന്നത്. എന്താ അമ്മ ഈ ദേഷ്യം? നോക്ക്, എന്നെപ്പോലെ ചെറുപ്പം മുതലൊരു ശാന്ത സ്വഭാവനായിക്കൂടെ അമ്മയ്ക്ക്? അല്ലല്ലോ ഇതൊക്കെ ഞാൻ പറയാം. ദേഷ്യത്തിന്റെ കാര്യം പറഞ്ഞപ്പോ നിന്റെ കാര്യം, ഇവനെ ചെറുപ്പത്തില് ഭയങ്കര ദേഷ്യായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്റെ കാര്യം. എപ്പോ പറഞ്ഞു? അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അന്ന് ഞാൻ തന്നെ ആയിരുന്നു ക്യാമറമാൻ. കുറച്ചു കാലം വരെ ദേഷ്യത്തോട് ദേഷ്യായിരുന്നു. എല്ലാവരും പറയും, അയ്യോ അമ്പു ചേച്ചിയുടെ മോനില്ലേ, അമ്പുജത്തിന്റെ മോനില്ലേ, അതിനെ പോലെ ദേഷ്യമാണോ നിനക്ക് മക്കളെ ഉപയോഗിക്കാനും പോലും ഉണ്ട്. എന്തിനാ പറഞ്ഞ അമ്മയുടെ മകനായതുകൊണ്ട് അമ്മയ്ക്ക് ആ സമയത്ത് അങ്ങനെ ദേഷ്യം ഉണ്ടാവും. എന്റെ പ്രായത്തിൽ ഞാൻ അങ്ങനെയൊന്നും ദേഷ്യപ്പെട്ടിട്ടില്ല. അപ്പൊ അമ്പു ചേച്ചിയുടെ മകന്റെ അതേ ദേഷ്യമാണ് അവനെ. എന്റെ അനിയത്തിയുടെ മക്കളെ എന്തെങ്കിലും ചെയ്ത അനിയത്തിമാര് പറയും, അതാ ഒരനിയത്തിയുടെ മകനുണ്ട് കുറച്ച് പേരെ പോലെ ദേഷ്യക്കാരനാണ്. ഇവനാ രഞ്ജുവിനെ പോലെ തന്നെ ദേഷ്യം ഉണ്ട് ഭഗവാനെ എന്ന് പറയും. അങ്ങനെ എല്ലാവരും പിന്നെ ദേഷ്യത്തെ കുറിച്ച് എല്ലാം പറയും. പക്ഷെ ഇപ്പൊ ദേഷ്യമൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പൊ ദേഷ്യം കുറയണമെങ്കിൽ നമ്മൾ പറഞ്ഞത് കൊണ്ടോ നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ചത് കൊണ്ടോ ഒന്നും അറിയില്ല. അത് സ്വയം അവര് എന്നെ ഏതായാലും പണിക്കാരൻ്റെ അടുത്ത് ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോയത് ദേഷ്യം പറയാൻ വേണ്ടിയിട്ട്. പണിക്കാർ ചിലര് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്താണ് ദേഷ്യം മാറാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? ചിലർ ഡോക്ടറെ കാണിക്കുന്നു, ചിലർ പണിക്കന്മാരുടെ അടുത്ത് പോയിട്ട് എന്തെങ്കിലും പൂജയൊക്കെ ചെയ്താൽ ദേഷ്യം കുറയോ, ഇങ്ങനെയൊക്കെ പറയുന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. പണിക്കന്മാരുടെ അടുത്ത് കൊണ്ടുപോയിട്ട് വെറുതെ പൈസ കളയുക, അവർക്ക് എന്താ ദേഷ്യം മാറ്റാം. ആ പണിക്കരനെ ചിലപ്പോൾ അന്ന് പൈസ കിട്ടാണ്ട് ദേഷ്യം വന്നിരിക്കും. അതിൻ്റെ അടുത്ത് പോയിട്ട് ദേഷ്യം മാറാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു 4 വരട്ടെ, നമുക്ക് എന്തായാലും കിട്ടുമല്ലോ. അത് അവരുടെ തൊഴിലല്ലേ. ഇപ്പൊ കുറച്ചു നേരത്തെ അമ്മ ദേഷ്യപ്പെട്ടില്ലേ? ഞാൻ വിട്ട പോലെ
അങ്ങനത്തെ ദേഷ്യമല്ല ഞാൻ പറയുന്നത്. ആ ആവശ്യത്തിനും അനാവശ്യത്തിനുള്ള ഒരു ദേഷ്യം ഉണ്ടല്ലോ. മിണ്ടിയാൻ ദേഷ്യം, ഒരാളെന്തെങ്കിലും പറഞ്ഞാൽ ദേഷ്യം, ഒരാളെ നോക്കിയാൽ ദേഷ്യം, അങ്ങനെയുള്ള ദേഷ്യം. അങ്ങനെയൊക്കെ ദേഷ്യമുള്ള ആൾക്കാരോ? പറയൂ, അതെനിക്ക് ദേഷ്യം വന്നിട്ടല്ലേ. അപ്പൊ എനിക്ക് ഒരുപാട് ദേഷ്യം വന്നു, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അങ്ങനെയുള്ള ആൾക്കാർ അത് അവൻ നീ അങ്ങനെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല മാറി. അത് മാറണമെന്ന് അവനാനോട് ഞങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോഴൊന്നും അത് മാറിയില്ല. പിന്നെ അവനാൻ തന്നെ ഒരു എന്താ പറയാ, ഒരു സ്വഭാവത്തിലൊരു മാറ്റം വരണമെന്ന് തോന്നുമ്പോഴാണ് അത് മാറുക. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഞാനൊരു കഥ പറയാം. അമ്മ ഇപ്പൊ ദിവസം കഥ പറയണ്ടല്ലോ. ആ കഥ അല്ലാതെ പറയാ. അതെ, അമ്മയ്ക്ക് അമ്മയാണല്ലോ മെയിനായിട്ട് പറയേണ്ടത്. അമ്മ ശരിക്കും കണ്ടന്റ് അമ്മയാണ് നൽകേണ്ടത്. ക്യാമറമാൻ വെറും വീഡിയോ പിടിക്കാനേ പാടുള്ളൂ. അല്ല, ഞാൻ കഥ പറഞ്ഞാലും. ഏതിന്റെ കഥ? ഈ കഥയില് വലുതും ചെറുതെന്നൊക്കെ ഉണ്ടോ അമ്മ? ഒരുപാട് എങ്ങനെയുള്ള കഥകള്? അല്ല, എന്താ ഈ ഒരുപാട് കുറവും അതെനിക്ക് മനസ്സിലായില്ല. കഥ പറയണം. ഒരു നാട്ടില് ഒരു ഗുരു ഉണ്ടായിരുന്നു. ആ ഗുരുയുടെ അമ്മ ഒരേ ഒരു ചോദ്യം ഇട്ടോ നിക്ക്. അമ്മക്ക് ഒന്നുമില്ലെങ്കിൽ ഒരു ഗുരു ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു രാജാവ് ഉണ്ടാവും. അമ്മ ഈ കാലത്തെ കഥ ഒന്നുമില്ല അമ്മ. ഗുരു രാജാവും ഇതില്ലാത്ത കഥയില്ല അല്ലേ? ഇത് അമ്മ ചെറുപ്പത്തിലൊക്കെ ഗുരുക്കളും രാജാക്ക. അല്ല, അമ്മ രാജാക്കന്മാരുടെ കാലത്തൊന്നല്ലല്ലോ ജനിച്ചത്, അത് കാരണം കൊണ്ട് ചോദിക്കുകയാണ്. അന്നത്തെ കാലത്ത് ഗുരുവല്ലേ എല്ലാത്തിനും. ആള് ഒരു ആശ്രമം ഉണ്ടാവും, അവിടെ ആളിരിക്കുന്നുണ്ടാവും. അപ്പൊ കുറെ ആൾക്കാർ ഉപദേശം തേടാനൊക്കെ ആയിട്ട് ആളുടെ അടുത്ത് പോകും. ആൾക്ക് എവിടെയും പോണ്ട, ആൾക്കാർക്ക് വരുവാടാ. ആൾക്ക് എവിടെയും പോണ്ട. അന്നത്തെ മാഷുമാര് പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് പോണ്ട. അന്നത്തെ മാഷുമാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയാലേ വീട്ടില് റേഷൻ വരില്ല. അതെ, അതുപോലെയല്ല അന്ന്. അന്നത്തെ ഗുരുക്കൾ അങ്ങനെയല്ല, ഇരുന്ന സ്ഥലത്ത് റേഷനും കാര്യങ്ങളൊക്കെ ആൾക്കാരെ കൊണ്ടുവന്ന് കൊടുക്കും. അതല്ല, അവര് ആശ്രമത്തിൽ തന്നെയല്ലേ. ഇപ്പൊ എന്ന് പറഞ്ഞ സ്കൂള് അവര് പോവുക. ഇപ്പൊ ആശ്രമത്തിൽ പോയ വേറെ അറിയില്ല. ഈ മസാല ഇട്ട് കൊടുക്കാം. ആശ്രമത്തൊക്കെ നിറച്ച് ബിസിനസ്സുകാർ കയറി കൂടിയിട്ട്, മനസ്സിലായില്ലേ? രാഷ്ട്രീയക്കാരും ബിസിനസ്സുകാരാണ്. അവിടെ നമുക്ക് പോകാൻ പറ്റില്ല. ഇപ്പൊ പറയൂ. അല്ല, ഈ ഏത് ഈ മറ്റേ മാഷുമാരോ സന്യാസിമാർക്കൊന്നും അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഒരു ആശ്രമത്തിലും സാധാരണക്കാരന് പോകാൻ പറ്റില്ല അമ്മ. അവിടെ വലിയ ബിസിനസ് മാഗ്നറ്റുകളും വലിയ പൊളിറ്റീഷ്യൻസും അവരുടെ താവളാണ് ഇപ്പോഴത്തെ ആശ്രമങ്ങൾ. മനസ്സിലായില്ലേ? ചിക്കനിന് ക്വാണ്ടിറ്റി കുറവാണെങ്കിലും മണത്തിന് നല്ല രസമുണ്ട് കേട്ടോ. നിനക്കല്ലേ വേണ്ടു, നിനക്കുള്ള ധാരാളം ഇത്. പിന്നെ ഇന്നലത്തെ അവിടെ വരട്ടിയ ചിക്കൻ ആശ്രമത്തിൽ കുത്തിയിരിക്കുന്ന സന്യാസി എന്തായി അത് പറയും. ആശ്രമത്തെ അവിടെ ആശ്രമത്ത് ഇങ്ങനെ ഇരുന്ന് പലവർഗ്ഗങ്ങളും നരേന്ദ്രപ്രസാദിനെ പിടിക്കുക വരച്ചിട്ട് അത്ര. അതെന്താ അത് മന്ത്രോ എന്താ സാധനം? അതാണ് നേരത്തെ അജ്വൈനും പിന്നെന്താ പറഞ്ഞു, ഓംകാരോ എന്തൊക്കെ പറഞ്ഞല്ലോ, ഓമം അജ്വൈൻ. അതാ ഇതൊക്കെയാണല്ലേ ഈ സംഭവം. ഏത് സന്യാസി എന്ത് ചെയ്തു? സന്യാസി അടുത്ത് വന്നിട്ട് ഒരാള് അപ്പൊ ഓരോരുത്തരും ഓരോന്ന് ചോദിക്കുമല്ലോ. അതെ, അവരുടെ ഓരോരോ കുറവുകളും അവരുടെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടിനെ ഒക്കെ കുറിച്ച് അവർ ഓരോന്നും ഒന്ന് ചോദിക്കണല്ലോ. ഉപദേശം നേടും. ഗുരുക്കളുടെ തന്നെ വരിക. അതിനല്ലേ ഗുരുക്കളാവണത്. അയ്യോ, അല്ലാണ്ട് അമ്മേന്റെ അടുത്ത് എന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കോ നമുക്ക് വല്ലതും അറിയോ? അപ്പൊ ഒരാൾ വന്നിട്ട് സാഷ്ടാംഗ നമസ്കാരം ചെയ്തിട്ട് പറയുകയാണ്. അതെങ്ങനെയാണ് സാഷ്ടാംഗ നമസ്കാരം ചെയ്യാ? നമ്മുടെ അംഗങ്ങളുടെ സാഷ്ടഭാഗങ്ങൾ എടുത്ത് നമസ്കാരം ചെയ്യുക, അതായിരിക്കും സാഷ്ടാംഗം. ആരോ പറഞ്ഞത്. 3 പ്രാവശ്യം ചോദിച്ചോ? ഒരു പ്രാവശ്യം. അതെ, കേടുവന്ന ടേപ്പ് റെക്കോർഡർ പോലെ വീണ്ടും വീണ്ടും പറയില്ല. അതാണ് എന്താ എന്താ എന്താ. നല്ല സന്ദേശം. എനിക്ക് ഒരുപാട് ദേഷ്യം വരെയാണ്. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ദേഷ്യം. തല്ല് കിട്ടാതിന്റെ കേട് ആയിരുന്നു. കിട്ടിയപ്പോ മാറിയല്ലോ. ദേഷ്യം എങ്ങനെയെങ്കിലും മാറ്റിയില്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അതെ, വീട്ടുകാരും തല്ലും നാട്ടുകാരും തല്ലും. വീട്ടുകാർക്കും എന്നെ വെറുപ്പാണ്, നാട്ടുകാർക്കും എന്നെ വെറുപ്പാണ്. എങ്ങനെ വെറുപ്പില്ലാണ്ടിരിക്കും? വെറുതെ ദേഷ്യം വരുന്നുണ്ട്. എപ്പോഴും എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. അതിന് എന്താ വഴി? അത് അംബുജാക്ഷനെ കാണണം പറയണം. ഒന്നും അപ്പൊ ഗുരു എന്ത് പറഞ്ഞറിയോ? അപ്പൊ നിനക്ക് അത്രയ്ക്ക് ദേഷ്യമാണല്ലേ, അപ്പൊ ഒരു കാര്യം ചെയ്യും, നീ എന്നോടൊന്ന് ദേഷ്യപ്പെടുക. നല്ല ഗുരു. എന്നിട്ട് വേണം ആ സന്യാസിമാര് കൂടുതലാണ് തല്ലിക്കൊല്ല. അല്ലമ്മ
ആശ്രമത്തിൽ പോയിട്ട് ദേഷ്യപ്പെടാൻ. അപ്പൊ നീ എന്നോടൊന്ന് ദേഷ്യപ്പെടുന്നു. അപ്പൊ എനിക്കിപ്പോ ദേഷ്യം വരുന്നില്ല, അതെനിക്ക് എപ്പോഴും വരില്ല, ചില സമയങ്ങളിൽ അങ്ങനെയാണ്. അതെന്താ ദേഷ്യം എന്ന് പറഞ്ഞാൽ വയറ്റിന്ന് പോക്ക ഇടയ്ക്കിടയ്ക്ക് വരാൻ? ഇടയ്ക്കിടയ്ക്ക് വരാതെന്താ വയറിളക്കോ? എനിക്ക് ഇപ്പൊ എനിക്ക് ദേഷ്യപ്പെടാൻ തോന്നുന്നില്ല. പക്ഷെ ചില സമയങ്ങളിൽ ഞാൻ അങ്ങനെയാണ്. അതൊരു അസുഖ ലക്ഷണമാണ്. അപ്പൊ പറയും അത് ശരി അങ്ങനെയാണല്ലേ, അപ്പൊ നിന്റെ ഉള്ളിൽ അതില്ല, അപ്പൊ നിനക്ക് ചിലപ്പോ നിനക്ക് ദേഷ്യം വരും, എപ്പോഴും നിനക്കില്ല. ഇതെന്താന്ന് അറിയോ നിനക്ക്? പറഞ്ഞല്ലേ അറിയുള്ളൂ. നിനക്കില്ലാത്തതാണത്. നിനക്ക് എവിടുന്നു ഇല്ലാണ്ട പിന്നെ അയാള് ദേഷ്യം ജനിക്കുമ്പോ നിന്റെ ഉള്ളിൽ അത് ഇല്ലാന്ന്. ജനിക്കുമ്പോ നമ്മുടെ ഉള്ളിൽ ഒന്നുമില്ലല്ലോ, മനസ്സിലായോ? അപ്പൊ അത് നിന്നിൽ ഇല്ലാത്ത ഒരു സംഗതിയാണ്. അത് നിന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നീ അതിനെ എടുത്ത് കളയുക വേണ്ടത്. അത് നിനക്ക് സ്വന്തമല്ല. ദേഷ്യം എന്താ വല്ല വസ്തു എടുത്ത് കളയാൻ എപ്പോഴും വരികയാണെങ്കിൽ അത് നമ്മുടെ ഉള്ളിൽ എന്നുണ്ട്. നമുക്കത് ജനിക്കുമ്പോ തന്നെ കിട്ടിയതാണ്. അതുകൊണ്ട് അത് എനിക്ക് എപ്പോ വേണമെങ്കിലും എടുത്ത് പ്രയോഗിക്കാന്നുള്ള ഒരു ആയുധം പോലെയാണ് കേട്ടോ. പക്ഷെ ഇത് എപ്പോഴെങ്കിലും ഒക്കെ ഇങ്ങനെ വരുന്നതാണെങ്കിൽ അത് നിന്റെ സ്വന്തമല്ല. അത് നിനക്ക് എവിടുന്നോ നിന്റെ ഉള്ളിൽ വന്ന് ചേർന്നതാണ്. അത് നിന്റെ അല്ല, നിനക്ക് ആവശ്യമില്ലാത്ത ഒരു സാധനമാണ്. അത് നിന്നിൽ എങ്ങനെ വന്നു അതിനെ നീ അങ്ങോട്ട് എടുത്ത് കളയുക, അതോടെ തീർന്നു. അത്രേ ഉള്ളൂ അതിൽ കാര്യം പോലെ. അല്ല, അതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായോ? ഇപ്പൊ ജനിക്കുമ്പോ ഒരു കുട്ടി നമ്മുടെ ഗർഭാവസ്ഥയിൽ നമ്മുടെ വയറ്റിലുള്ള, ഇപ്പൊ ഞാൻ ജനിക്കുമ്പോ അമ്മയ്ക്ക് അല്ലെങ്കിൽ ചോട്ട് ജനിക്കുമ്പോ ആരെങ്കിലും ഒരു കുട്ടി ജനിക്കുമ്പോ ആ കുട്ടി ഇങ്ങനെ അമ്മയുടെ ചൂടും പറ്റി അമ്മയുടെ എന്താ ഹൃദയ മിടിപ്പ് അറിഞ്ഞിട്ടാണ് ആ കുട്ടി അതിന്റെ വയറ്റിൽ. അതാണ് ആ കുട്ടിയുടെ ധൈര്യം. ആ കുട്ടിക്ക് അതിന്റെ ഒരു ധൈര്യം, അതിന്റെ ഒരു ഞാൻ എന്തോ ഒരു സംരക്ഷണ വലയത്തിലാണ് എന്നുള്ളൊരു തോന്നൽ. ശരിയാണ്, ഒരൊറ്റ ഐഡന്റിഫിക്കേഷൻ ആണല്ലോ. നമ്മുടെ ഹൃദയത്തിന്റെ ഒരു സൗണ്ട് മാത്രമാണ് വയറ്റിൽ കിടക്കുന്ന കുട്ടിക്ക് അറിയുള്ളൂ, വേറെ ഒരു ശബ്ദം അറിയില്ല. അപ്പൊ ആ കുട്ടിക്ക് അത് മാത്രമേ അറിയൂ. പക്ഷെ പ്രസവിച്ച ഉടനെ ആ കുട്ടി ഉറക്ക കരയുന്നതെങ്ങനെ അറിയും? എന്റെ സുരക്ഷിതത്വം പോയി, ആ നമ്മുടെ ഹൃദയമിടിപ്പ് ഇല്ല, കേൾക്കുന്നില്ല, ആ പേടിയാണ്. അപ്പൊ ജനിക്കുമ്പോ നമുക്ക് കിട്ടുന്നത് ഒരു പേടിയാണ്, ഇൻസെക്യൂരിറ്റി ഫീൽ ആവുകയാണ്. അതാണ്. അല്ലാണ്ട് നമ്മുടെ ഉള്ളിൽ ഈ ദേഷ്യം എന്നുള്ളതൊന്നും അപ്പൊ ഇല്ല. പിന്നെ നിനക്ക് ദേഷ്യം ഉണ്ടായിരുന്നല്ലോ, നിന്റെ ഉള്ളിൽ ദേഷ്യം ഞാനോ അച്ഛനോ ഉണ്ടാക്കിയതാണോ? എനിക്കങ്ങനെ അറിയും. കുട്ടികളെ നമ്മള് ദേഷ്യം ആണോ പഠിപ്പിക്കുക? ചിരിക്കും മോനെ, എന്റെ മോൻ കരയണ്ട, ചിരിക്കി, അങ്ങനെയൊക്കെയല്ലേ പറയാ. ഒന്ന് ദേഷ്യപ്പെടും മോനെ എന്നാരും പറയാറ്. ദേഷ്യപ്പെടണ്ട മോനെ, സങ്കടപ്പെടണ്ട മോനെ, ഇങ്ങനെ തന്നെ പറയാം. സങ്കടം ഇല്ലാണ്ട് സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടിട്ട് തന്നെയാണ് അച്ഛനും അമ്മയൊക്കെ പഠിപ്പിക്കുക. പിന്നീട് ജനിക്കുമ്പോഴുള്ള ആ ഒരു പേടി, അത് നമ്മുടെ ജനിക്കുമ്പോൾ തന്നെ ഉള്ളതാണ്. ഒരു സുരക്ഷിത ബോധം നമ്മൾക്ക് നഷ്ടപ്പെടുകയാണെന്നുള്ളത് തോന്നൽ. പക്ഷെ ദേഷ്യം എന്നുള്ളത് അങ്ങനെയല്ല, അത് നമ്മുടെ ഉള്ളിലില്ല. അപ്പോൾ വലുതായി വരുമ്പോൾ താനേ വരുന്നൊരു പൊട്ട സ്വഭാവമാണത്. അത് നമ്മുടേതല്ലാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിനെ നമ്മളിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ ആ ദേഷ്യം കൊണ്ട് പോകും. അത് നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും ചിലപ്പോൾ മക്കൾക്കും മനസ്സിലാവില്ല, മറ്റുള്ളവർക്കും മനസ്സിലാവില്ല. ദേഷ്യമുള്ള ആൾക്കാരോട് കൊണ്ട് എന്തിനാ വെറുതെ ദേഷ്യപ്പെടുന്നത് പറഞ്ഞാൽ അവർ കേൾക്കില്ല. അതുകൊണ്ടത് നമ്മൾ പറയുന്നത് ഒരു ദേഷ്യത്തിന് കൂടുതലായി കഴിഞ്ഞാൽ അപ്പ കൗൺസിലിംഗ് കൊണ്ടുപോകാൻ പറയാ, അല്ലെങ്കിൽ ദേഷ്യത്തിന് കൂടുതലായി കഴിഞ്ഞാൽ അമ്പലത്തിൽ വഴിപാടിന് കൊടുക്കുക, അല്ലെങ്കിൽ പണിക്കരെ കയറി പിടിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഡോക്ടറെ കണ്ടിട്ട് ഇവന് ദേഷ്യം കൂടുതലാണ്, ഈ അസുഖം മാറ്റാൻ എന്താക്കണം എന്ന് പറയും. ഇതൊരു അസുഖമല്ല. പെരുമഴ നല്ല മഴ പെയ്യണു. അല്ല, ശരിയാണ്. അതെ, ആവശ്യത്തിന് അനാവശ്യത്തിന് ദേഷ്യപ്പെടുന്നവരെയാണ് ഞാൻ പറയുന്നത്. ദേഷ്യം തന്നെ ഇല്ലാത്ത മനുഷ്യരൊന്നുമില്ല. ചിലപ്പോൾ ദേഷ്യപ്പെടാതിരിക്കുന്ന മനുഷ്യന്മാരാരുമില്ല. സമൂഹത്തിൽ വേണ്ടാത്ത വല്ല കാര്യങ്ങൾ കാണുമ്പോൾ ദേഷ്യപ്പെടണം. നമുക്ക് ദേഷ്യം വരും. അത് ചെറിയ തോതിലുള്ള ദേഷ്യം. അവരെന്താ അങ്ങനെയുള്ള ദേഷ്യമല്ല. ദേഷ്യം തന്നെ ജീവിതത്തിന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റി നടക്കുന്നവര്, അവരെയാണ് അമ്മ ഉദ്ദേശിക്കുന്നത്. അതായിരുന്നില്ലല്ലോ ഞാൻ. ആയിരുന്നു. ആണോ? അപ്പൊ ഇതെന്താന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാനൊക്കെ പെടുന്ന ദേഷ്യല്ലേ, അതൊക്കെ ദേഷ്യപ്പെട്ടു. ഇപ്പൊ നീ എന്താ പറയുമ്പോ ഇങ്ങനെ ദേഷ്യപ്പെടാൻ പറ്റില്ല. അതല്ല, അതില്ലെങ്കിൽ പിന്നെ നമ്മളൊന്നും പറയില്ലല്ലോ. പിന്നെ ആ ദേഷ്യമല്ല, അതൊക്കെ പിന്നെ സാധാരണയായിട്ട് എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്. അതല്ല ആവശ്യത്തിന് അനാവശ്യത്തിന് തൊട്ടതിന് വിളിച്ചതിന് ഒക്കെ ദേഷ്യപ്പെടുന്ന ആൾക്കാരിന്റെ ദേഷ്യം തന്നെ ജീവിതത്തിന്റെ ഭാഗം. അതെന്തോ ഒരു അലങ്കാരാണ്. ചെയ്തു കഴിഞ്ഞാൽ അത് ഞാൻ ദേഷ്യത്തിന് ചെയ്തതാണ്. അല്ല, അല്ലെങ്കിൽ ഇങ്ങനെ പറയാ, അതെന്തോ ഒരു അലങ്കാരാണ് എനിക്ക്, എന്റെ ദേഷ്യം എന്റെ ഒപ്പം ഉണ്ട്, അത് പോവില്ല. എന്റെ ഒരു ദേഷ്യം എന്നുള്ളത് എനിക്കൊരു അഹങ്കാരം കൊണ്ടു നടക്കണം. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. അങ്ങനെ അങ്ങനത്തെ ആൾക്കാരൊക്കെ ശ്രദ്ധിക്കണം. നമ്മുടേതല്ലാത്തൊരു സാധനമാണ് ഈ ദേഷ്യം.
നമ്മൾ ജനിക്കുമ്പോൾ നമുക്ക് കിട്ടിയതല്ല, നമ്മുടെ അച്ഛനും അമ്മ നമുക്ക് പറഞ്ഞ് പഠിപ്പിച്ചതല്ല, ഒന്നുമല്ല. അത് സ്വയം നമ്മൾ വേണ്ടാത്തൊരു സാധനം നമ്മുടെ ഉള്ളിൽ കയറ്റി വെച്ചു. നമ്മൾ ജനിക്കുമ്പോൾ പഠിച്ചത് അച്ഛനും അമ്മയും സ്നേഹിക്കാൻ പഠിപ്പിച്ചു, ഈ സമൂഹം നമ്മളെ ജീവിക്കാൻ പഠിപ്പിച്ചു. സമൂഹം മീൻസ് അവിടെ നമ്മളെ പഠിപ്പിക്കുന്ന മാഷന്മാരാവട്ടെ, ടീച്ചർമാർ, ഇവരൊക്കെ നമ്മുടെ ജീവിതം എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിച്ചു. അച്ഛനമ്മമാരെന്നും സ്നേഹിക്കണം, സ്നേഹിച്ചുകൊണ്ടിരിക്കണം, നല്ല വാക്കുകൾ പറഞ്ഞു തന്നു അല്ലേ. അങ്ങനെ വളർത്തി നമ്മുടെ ഉള്ളൊരു ദേശം എന്നും കുടികേറി ഇരിക്കണ്ടെങ്കിൽ അത് എങ്ങനെ കുടികേറി ഇരിക്കണ്ടോ അതുവരെ തൻ്റെ അതിനെ ഇറക്കി വിടുക, അല്ലാണ്ട് വേറെ രക്ഷയൊന്നുമില്ല അല്ലേ. അപ്പോൾ ദേഷ്യം എന്നുള്ളത് നിങ്ങൾ കൊണ്ടുവന്ന സാധനമല്ല, നിങ്ങൾ കടയിൽ നിന്ന് മേടിച്ച അലങ്കാരമായ വല്ല ആഭരണമല്ല. ആർക്ക് എപ്പോൾ വേണമെങ്കിലും എടുത്ത് അതിന് ദൂരേക്ക് വലിച്ചളയുക. ഇന്നൊരു സൗമ്യ സ്വഭാവത്തോട് കൂടിയിട്ട്, നല്ല സ്വഭാവത്തോട് കൂടിയിട്ട് സമൂഹത്തിൽ കാണുന്ന അനീതികൾ കാണുമ്പോൾ ദേഷ്യപ്പെടുമ്പോൾ സത്യമായിട്ടും അതൊരു ആഭരണമാണ്. അല്ലാതെ തൊട്ടേനും പിടിച്ചതിനും അമ്മയോടും അച്ഛനോടും ഭാര്യയോടും ഭർത്താവോടും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യപ്പെട്ടുകൊണ്ട് ദേഷ്യം മാത്രമായിട്ട് കൊണ്ടുകടന്നു കഴിഞ്ഞാൽ അത് അഹങ്കാരമാണ്. അതെടുത്ത് വലിച്ചു കളയുക. അല്ലാത്തതെല്ലാം അലങ്കാരമാണ്. അതുപോലെയാണ് ഞാനും അതെടുത്ത് വലിച്ചെറിഞ്ഞത്. അതുകൂടി പറയാം. ആര്? അമ്മയുടെ അഹങ്കാരം. ഞാൻ അപ്പോൾ അത് അങ്ങനെയാണ്. പിന്നെ എടുത്ത് വലിച്ചളഞ്ഞതാണ്, അല്ലാണ്ട് അമ്മ എന്നെ എടുത്ത് വലിച്ചളയാൻ പ്രേരിപ്പിച്ചതല്ല. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടി പറയാം. ഒരു വ്യക്തിക്ക് ഒരു ആത്മവിശ്വാസം വേണോ? അതെങ്ങനെയാണെന്നറിയോ? പലരും നമ്മുടെ സഹോദരിമാരാവട്ടെ, സഹോദരന്മാരാവട്ടെ, നാത്തൂമാരാവട്ടെ, അങ്ങനെ എല്ലാവരും അമ്മേൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്നെ കേൾപ്പിച്ചാലും പറഞ്ഞിട്ടുണ്ട്, ഞാൻ കേൾക്കാണ്ടും പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിരിക്കണത്? ഈ ഒരു മകൻ നിങ്ങൾക്കൊരു വേസ്റ്റ് ആണെന്നോ അല്ലെങ്കിൽ ഒന്നിനും കൊള്ളാത്തവനായി മാറുന്നോ, ഇവന്റെ ദേശത്തിന്റെ പരിണാമം കൊണ്ട് ഇവൻ എന്തെങ്കിലും സംഭവിക്കുന്നോ, ഇവനെ നന്നാക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞു. അത് സ്വയം നന്നാവാൻ സാധിച്ചു എന്ന് ഇന്ന് അവൻ്റെയൊക്കെ മുമ്പത്ത് തെളിയിച്ച് ഞാൻ കൊടുത്തു. കാരണം ജീവിതം അങ്ങനെയാണ്. നമ്മൾ പക്ഷെ പ്രതീക്ഷകൾക്ക് അപ്പുറത്തുള്ളൊരു വിൽ പവർ ഉണ്ടെങ്കിൽ ഏത് ആൾക്കാരുടെ നെഗറ്റീവ്നെസ്സിനും നമ്മൾ തരണം ചെയ്ത്, നെഗറ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ ഡാർക്ക്നെസ്സിനെ അത് തരണം ചെയ്തിട്ട് പോസിറ്റീവ് എന്നുള്ള വെളിച്ചത്തിലേക്ക് എത്താൻ പറ്റും എന്നുള്ളതൊരു സത്യമാണ്. അത് പറഞ്ഞിട്ട് സമൂഹത്തിൽ കാണുന്ന എല്ലാ കുറ്റകൃത്യങ്ങളും കണ്ടുകൊണ്ട് മുണ്ടാണ്ടിരിക്കണം എന്ന് ആരോടും പറയുന്നില്ല. പ്രതികരിക്കേണ്ടതിനെ പ്രതികരിച്ചും ദേഷ്യപ്പെടേണ്ടതിനെ ദേഷ്യപ്പെട്ടും ഏതു നേരം ഒരു ആഭരണം പോലെ അലങ്കാരമാണെന്ന് കൊണ്ട് നടക്കാതിരിക്കുക. ചിലരൊരു അഹങ്കാരമാണ് ഇതെൻ്റെ, ഞാൻ ഇങ്ങനെ തന്നെ എന്നെ ആൾക്കാരെ സ്നേഹിക്കണം, ഞാൻ എങ്ങനെയുണ്ടോ അങ്ങനെ തന്നെ എന്നെ സ്നേഹിക്കണം എന്ന് പറഞ്ഞ കുറച്ച് ആൾക്കാരുണ്ട്. അത് ശരിക്കും പറയുന്നത് സ്നേഹമല്ല, ദൗർജന്യമാണ്. നിങ്ങൾ മാറി നിങ്ങളെ സ്നേഹിക്കുമ്പോഴാണ്, നിങ്ങളെല്ലാം മാറ്റം കണ്ട് ജനം നിങ്ങളെ സ്വീകരിക്കുമ്പോഴാണ് നിങ്ങളാവുക അല്ലേ. നിങ്ങളുടെ ആ സ്നേഹമയമായ ആ ഒരു ഇതും കൊണ്ട് ജനങ്ങളെ നേടാൻ കഴിഞ്ഞാൽ അത് ശാശ്വതമാണ്. നിങ്ങളുടെ ഭയം കൊണ്ട് ജനങ്ങളെ നിങ്ങളുടെ അടുത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ അത് വെറും വെറുപ്പാണ്. അവർ നിങ്ങളുടെ മുമ്പത്ത് അയ്യോ ഇവനോട് ഇങ്ങനെ സംസാരിച്ചാലേ നടക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് അപ്പുറത്ത് പോയിട്ട് പറയാം ചെക്കനെ കണ്ടതേ പോയി പറയൂ അല്ലേ, അല്ലെങ്കിൽ ഈ മനുഷ്യനെ കണ്ടതേ പോയി പറയൂ. അപ്പോൾ അതല്ല നമ്മൾ കേൾക്കേണ്ടത്. അതുപോലെ ഒരു സ്ഥലത്തേക്ക് വരികയാണെങ്കിൽ ഏത് നേരം മുരടനായ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ മുരടിയായ ഒരു വ്യക്തിയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ വന്നിട്ട് ആളിനെ കാണുമ്പോൾ ഓ ഇയാളുണ്ടല്ലോ, ഇനി കുറച്ച് കഴിഞ്ഞിട്ട് പോവുക എന്ന് വന്നിട്ട് മടങ്ങിപ്പോണ ആൾക്കാരെ കണ്ടിട്ടില്ലേ? അതേ ഒരു നല്ലൊരാൾ സംസാരപ്രിയനോ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഓ അയാളുണ്ട്, ആ കല്യാണം വിട്ട് പോയാലോ അല്ലെങ്കിൽ അവിടെ പോയ എത്ര നേരം അയാളോട് സംസാരിക്കാൻ പറയും. അത്രയും വ്യത്യാസമുണ്ട്. നമ്മുടെ സാന്നിധ്യം പോലെ ഉറപ്പിക്കുന്നത് നമ്മുടെ സ്വഭാവമാണ് നമ്മുടെ സാന്നിധ്യം ഉറപ്പിക്കുക അല്ലേ. പിന്നെ അതിനിടയ്ക്ക് ചിലർ ഇങ്ങനെയും പറയണ്ടായിരുന്നു കേട്ടോ, ഈ ദേഷ്യമൊക്കെ കിട്ടിയത് ആ ചേച്ചിയിൽ നിന്ന് തന്നെ ആണെന്നും ആരോ പറഞ്ഞ പോലെ എനിക്കൊരു ഓർമ്മ. അങ്ങനെ ഒരു മനുഷ്യനും പറയില്ല അല്ലേ. അത് പറഞ്ഞിട്ട് കാര്യമില്ല അമ്മ. എല്ലാ അമ്മയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ എവിടെ എത്തിയേനെ? അതാണ്ടാ ഈ ചിരിയും കൂടി എനിക്ക് കിട്ടിയില്ല, ഞാൻ എന്ത് ചെയ്യാനാ? ഡാടാ ഒരുപാട് പുകഴ്ത്തി പറഞ്ഞിട്ട് 3 ഐറ്റം ഉണ്ടാക്കി തരുന്നൊന്നും നീ വിശേഷിക്കണ്ട. ഇതിൻ്റെ ഒപ്പം ഒരു ഐറ്റമും കൂടി ഞാൻ ചിലപ്പോൾ ഉണ്ടാക്കും, അത്രേ ഉള്ളൂ. അതിൻ്റെ അപ്പുറം ഒന്നും നീ പ്രതീക്ഷിക്കരുത്. നമ്മുടെ കിച്ചണിലെ പരിപാടി എന്തെങ്കിലുമൊക്കെ ആയോ? അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഒരു മെസ്സേജ് എന്താ നമുക്ക് പറയാനുള്ള? വൈൻഡപ്പ് ആരും നന്നാവില്ല അങ്ങനെയുള്ള ഒരു വിശ്വാസം വേണ്ട. എല്ലാവർക്കും നന്നാവാൻ പറ്റും. വിൽ പവറുള്ളൊരു വ്യക്തി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒന്നിനും കൊള്ളാത്തൊരു ഭർത്താവാണെന്ന് ഒരു ഭാര്യയോട് പറയുമ്പോൾ ആ ഭാര്യയ്ക്ക് ഒരു വിശ്വാസം ഉണ്ടാവണം. ഇല്ല, എൻ്റെ ഭർത്താവിനെ നന്നാക്കാൻ പറ്റും എന്നുള്ള വിശ്വാസം ആ ഭാര്യയ്ക്ക് ഉണ്ടെങ്കിൽ, ആ ഭാര്യയുടെ വിശ്വാസത്തിന് അവൻ യോഗ്യനാണെങ്കിൽ തീർച്ചയായിട്ടും അവനിൽ മാറ്റം ഉണ്ടാവും. അതുപോലെ തന്നെ ഒരമ്മയ്ക്ക് തൻ്റെ മകനോട് അചഞ്ചലമായ വിശ്വാസം ഉണ്ടെങ്കിൽ ആരെന്തെന്നെ പറഞ്ഞാലും ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ മകൻ മാറുന്നുള്ള വിശ്വാസം എൻ്റെ അമ്മമാർക്ക് ഉണ്ടെങ്കിൽ
ആ അമ്മയുടെ മക്കളൊക്കെ നന്നാവും. കാരണം അമ്മ വിളിച്ചാൽ വിളി കേൾക്കാത്ത ഒരു ദൈവവും ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ മകൻ നന്നാവണേ എന്നുള്ള പ്രാർത്ഥന ഒരു ദേശം അവൻ തന്നെ മാറണം എന്നുള്ള ഒരു വിശ്വാസം അവനായാലും അവളായാലും ഒരു ദേശം കൊണ്ട് മാത്രം ഒരാളുടെ മുദ്ര കുത്തി ഇനി ജീവിതകാലം മുഴുവനും വലുതായ ഇവ നന്നാവില്ല എന്ന് ചെറുപ്പത്തിൽ തന്നെ ഒരു ചെറിയ ബാലകനോടോ ഒരു ചെറുപ്പക്കാരനോടോ ആരും പറയരുത്. കാരണം നാളെ എന്താ സംഭവിക്കുക എന്നുള്ള കഥ ഒരാൾക്കും പറയാൻ പറ്റില്ല. നാളെ എന്നുള്ളത് നാളെ മാത്രമാണ്. ആ നാളെ കണ്ടാൽ മാത്രമാണ് നാളെ ഉണ്ടോയെന്നും കൂടി നമുക്കറിയുള്ളൂ. അതുകൊണ്ട് എന്നോ ഒരു ദിവസം ഇരുന്നിട്ട് ഭാവിയിൽ ഇവൻ ഒരു വലിയൊരു ഭാരമായി മാറുന്നോ? ഒരിക്കലും നേരാവില്ല. ഇവരുടെ ദേഷ്യം കൊണ്ട് ഇവർ എവിടെ എത്തുമോ? അങ്ങനെ അല്ല. അച്ഛനും അമ്മേനെ അവര് എന്താ പറയാ ഒരു സങ്കടം ഉണ്ടാവും നമ്മളൊരാളോട് പറയുമ്പോൾ. അതെ അതെ അതെ. അപ്പോൾ ആ ഡിപ്രഷനിൽ ചില അമ്മമാര് മക്കളെ കൈവിട്ട പിന്നെ അങ്ങനെ വരാം, അങ്ങനെ സാധ്യതയുണ്ട്. അപ്പൊ എന്താവും ആ മക്കളുടെ സ്ഥിതി? അതേപോലെ ചിലന്റെ പരദോഷണങ്ങൾ കേട്ട് ഭാര്യനെ ഭർത്താവിനെ ഭാര്യയൊക്കെ സ്വഭാവം അത്ര ശരിയല്ല എന്ന് പറഞ്ഞ് ഒഴിവായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അല്ലേ? അപ്പൊ ആരെയും മുൻകൂട്ടി ഒരു ധാരണ ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. ആരെങ്ങനെയാവും, ഏത് രീതിയിലാവും, എങ്ങനെയാണ് മാറ്റങ്ങൾ സംഭവിക്കുക. കാരണം നാളെ എന്നൊന്നിനെ ആരും കണ്ടിട്ടില്ല. അപ്പോൾ നാളെ കാണുന്ന വരെ ഇന്ന് മാത്രം നമ്മൾ ജീവിച്ചിരിക്കുന്നു. നാളെ എന്നതൊരു സ്വപ്നമാണ്. ഇന്ന് കണ്ട വ്യക്തി നാളെ എന്താവുമെന്നും പറയാൻ, ചിലപ്പോൾ നന്നാവാം, ചിലപ്പോൾ നശിക്കാം. ഇതൊന്നും ആരെക്കൊണ്ടും പറയാൻ പറ്റുന്ന ഒരു പ്രപഞ്ച സത്യമാണ് അല്ലേ? എന്നാൽ അമ്മക്ക് എവിടുന്ന് ഇടയ്ക്കൊരു സന്യാസ രാജാവൊക്കെ കയറി വരുന്നത് മാത്രമേ. പിന്നെ പണ്ട് ആരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അമ്മയിൽ നിന്നാണ് എനിക്ക് കിട്ടിയത്. അതാ അതിൻ്റെ ഉത്തരം മാത്രം ദേഷ്യം. അതിൻ്റെ ഉത്തരം മാത്രം എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ ഇത് കൂട്ടി കഴിക്കാൻ പഠിച്ച അമ്മേനെ അവർ ഓടിച്ചിട്ട് ഇടിക്കും കേട്ടോ. ആകെ അച്ചാറ് പോലെ കുറച്ച് ഉണ്ടാക്കിയിട്ട് ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്. അങ്ങനെ ചിക്കന് ഇപ്പൊ നീ മാത്രല്ലേ കൂട്ടൂ. ഇന്നലെ ഇപ്പൊ ഞങ്ങളൊക്കെ കൂട്ടിയില്ലേ? അപ്പൊ ഇനിയിപ്പോ വേണ്ട, ഇനിയിപ്പോ അതിലും കുറച്ച് ബാക്കിയിരിക്കുന്നുണ്ട്. അപ്പൊ കുറച്ച് മതിയല്ലോ പറഞ്ഞിട്ട് വെച്ചതാ. ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും, ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ. പഴയ വെപ്പാണ്, എന്റെ അമ്മയുടെ വെപ്പാണ് കേട്ടാ. നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ എല്ലാവർക്കും ബൈ.